നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. രാമനവമി ആഘോഷങ്ങൾക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കർണാടകയിലെ രാജാജി നഗറിലുള്ള ശ്രീരാമസേന മണ്ഡലിലെ രാമക്ഷേത്രത്തിലെ കൗതുകകരമായ ഒരു കാഴ്ചയുമായാണ് കർമ്മ ന്യൂസ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. തലയിൽ തൊപ്പിയും താടിയുമായി ഈ രാമക്ഷേത്രം വൃത്തിയാക്കാനും രാമവിഗ്രഹങ്ങൾ മോടി പിടിപ്പിക്കാനും എത്തുന്നത് 27 വയസ്സുള്ള സദാം ഹുസൈൻ എന്ന മുസ്ലിം യുവാവാണ്. രാമക്ഷേത്രത്തിൽ കാഴ്ചയിൽ മുസ്ലിമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഹുസൈന്റെ ആത്മാർത്ഥമായ മിനുക്കുപണികൾ നിരീക്ഷിക്കുന്നവരെല്ലാം ആദ്യമൊന്ന് പകച്ചു നിൽക്കും. എന്നിട്ട് പേര് ചോദിക്കും. എല്ലാവരോടും ആത്മവിശ്വാസത്തോടെ ഹുസൈൻ പറയും, അതെ, ഞാൻ മുസ്ലിമാണ്, പേര് സദാം ഹുസൈൻ. പ്രശ്നങ്ങളൊന്നുമില്ലാതെ ക്ഷേത്രത്തിന്റെ പരിസരത്തിലേക്ക് കയറി തന്റെ ജോലികളെല്ലാം അദ്ദേഹം ചെയ്തു തീർക്കും. മുകളിൽ പൊടി പിടിച്ച നിലയിലുള്ള രാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും ഹനുമാന്റെയും എല്ലാം വിഗ്രഹങ്ങൾ വൃത്തിയാക്കി മനോഹരമാക്കുകയും ചെയ്യും. മതങ്ങളുടെയും ജാതികളുടെയും പേരിൽ വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കുന്ന യുവത്വത്തിനും സമൂഹത്തിനും തികച്ചും മാതൃകയാകുകയാണ് മതേതര കാഴ്ചപ്പാട് പൂർണ്ണമായി സ്വീകരിച്ച് രാമക്ഷേത്രത്തിൽ മിനുക്കുപണികൾ നടത്തുന്ന ഈ ചെറുപ്പക്കാരൻ. ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടോ എന്ന് ചോദിച്ചാൽ സദാം ഹുസൈൻ ഇങ്ങനെ പറയും. 2 തരത്തിലുള്ള ആളുകളാണുള്ളത്. ചിലർ തന്റെ ജോലിയെ പുകഴ്ത്തും, ചിലർ ചില കമന്റുകൾ തന്നെ നോക്കി പറയും. അങ്ങനെ ചെയ്യുന്നവരെ ഒരു ചെറിയ ചിരിയോടെ അഭിവാദനം ചെയ്യുമെന്നും സദാം ഹുസൈൻ പറയുന്നു. വിഗ്രഹം വിൽക്കുന്ന വെങ്കിടേഷ് ബാബു എന്ന ആളുടെ കൂടെയാണ് സദാം ഹുസൈൻ ജോലി ചെയ്തിരുന്നത്. വെങ്കിടേഷാണ് ക്ഷേത്രത്തിൽ വൃത്തിയാക്കുന്ന ജോലിയിലേക്ക് സദാമിനെ നിർദ്ദേശിച്ചതും. സദാമിന്റെ അമ്മയും ക്ഷേത്രത്തിലെ പാത്രങ്ങൾ കഴുകുന്നതടക്കമുള്ള ജോലികൾ ചെയ്തു വരുന്നു. പ്രത്യേക അവസരങ്ങളിൽ 15 അംഗ സംഘമാണ് ക്ഷേത്രത്തിലെ ജോലികൾ ചെയ്യാനായി നിയോഗിക്കപ്പെടാറുള്ളത്. അവരെല്ലാം ഇസ്ലാം മത വിശ്വാസികളായിരിക്കും. കൃത്യമായി അവരുടെ ജോലി ചെയ്ത് അവർ പോകും. ആരും അവരുടെയൊന്നും മതം നോക്കാറുമില്ല. സേവാ മണ്ഡലിന്റെ ചുമതലക്കാരിൽ ഒരാളായ നാഗരാജയ്യാണ് ഇതൊക്കെ പറയുന്നത്. ഏറ്റവും കൂടുതൽ ശതമാനം സാക്ഷരത വരിച്ചു എന്ന് അവകാശപ്പെടുന്ന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വർഗീയ കലാപങ്ങൾ, ദുരഭിമാന കൊലകൾ, ജാതി മത വർഗ വിവേചനങ്ങൾ എന്നിവ അരങ്ങേറുമ്പോൾ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഈ മതേതരത്വ കാഴ്ച തികച്ചും മനസ്സിന് സന്തോഷവും കുളിർമയും നൽകുന്നു എന്നത് പറയാതെ വയ്യ. മതേതര ഇന്ത്യയുടെ മാറ്റുകൂട്ടുന്ന ഇത്തരം പ്രവൃത്തികളാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.